നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട പപ്സ് പോളയാണ്. അതിനായി ഒരു ബൗളെടുത്ത് അതിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു പച്ചമുളക് അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് കുരുമുളക് പൊടിയും, കുറച്ച് മല്ലിയിലയും അരിഞ്ഞിടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി കുറച്ച് പാൽ വെച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുക. ഇനി 2 സവാള അരിഞ്ഞത് ഒരു പാത്രത്തിലേക്കിട്ട് നന്നായി വഴറ്റുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിടുക. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് നന്നായി വഴറ്റുക. ഇനി അതിലോട്ട് മല്ലിയിലയും കറിവേപ്പിലയും ഇടുക. ഇനി ആവശ്യമായ പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല. ഇനി എല്ലാ പൊടികളും അതിലേക്കിട്ട് നന്നായി ഇളക്കുക. ആവശ്യമുള്ള രീതിയിൽ പൊടികൾ എടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മൂടി വെച്ച് വേവിക്കുക. ഇനി ഇതിലോട്ട് 4 മുട്ട പുഴുങ്ങിയത് വേണം. നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് തടവുക. ഇനി ആവശ്യമായ ബ്രെഡിൻ്റെ അരികൊക്കെ കളഞ്ഞ് അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ട ബാറ്ററിൽ മുക്കി നിരത്തി വെക്കുക. ഇനി അതിൻ്റെ മേലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇടുക. പരത്തിയിടണം. എന്നിട്ട് നമ്മൾ പുഴുങ്ങി സ്ലൈസാക്കി വെച്ച മുട്ട അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ കവറിങ് ആയിട്ട് ബ്രെഡ് മുട്ട ബാറ്ററിൽ മുക്കി നിരത്തി വെക്കുക. ബാക്കി മുട്ട ബാറ്റർ അതിൽ വയ്ക്കുക. ഇനി ഒരു 20 മിനിറ്റ്